സ്വന്തം രാജ്യത്തെ പൗരന്മാരെ കണ്ട് ആ രാജ്യത്തെ ഭരണാധികാരി വിരൽ പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ബംഗ്ലാദേശിലേക്ക് നോക്കിയാൽ മതി. ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികൾ ഇപ്പോൾ ബംഗാളിൽ ഭരണം മാറിയതിനു പിന്നാലെ ബംഗ്ലാദേശ് അതിർത്തിയിൽ വേലി കെട്ടുന്നതിന് പിന്നാലെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ബംഗ്ലാദേശിന് ഈ തൊഴിലാളികളെ അല്ലെങ്കിൽ ഈ നുഴഞ്ഞുകയറ്റക്കാർ, ഈ അതിഥികളെ സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ പുതിയ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം സർക്കാരിന്റെ നയങ്ങൾ മൂലവും ബംഗ്ലാദേശിൽ നിന്ന് വന്ന കുടിയേറ്റക്കാർ ഇപ്പോൾ അതിർത്തിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അതിർത്തിയിൽ ഇത്രയും വലിയ ജനക്കൂട്ടത്തെ കാണുന്നതിൽ ബംഗ്ലാദേശ് വലിയ രീതിയിലുള്ള ആശ്ചര്യവും വലിയ രീതിയിലുള്ള അസ്വസ്ഥതയുമാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇന്ത്യ അനധികൃത കുടിയേറ്റക്കാരെ നിർബന്ധിച്ച് തള്ളിവിടുകയാണ് എന്ന് ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ബംഗ്ലാദേശിന് വേറെ വഴിയില്ല, കാരണം അത്രയ്ക്ക് ഭീകരമാണ് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് തിരിച്ചിടിച്ചു കയറുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇത് കണ്ട് ബംഗ്ലാദേശിന്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. എന്തായാലും ഈ തർക്കം വീണ്ടും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഗുരുതര നയതന്ത്ര സൈനിക സംഘർഷം സൃഷ്ടിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്, അല്ലെങ്കിൽ സൃഷ്ടിച്ചു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ സുരക്ഷാ സേന അതിർത്തി കടന്ന് അനധികൃത കുടിയേറ്റക്കാരെ ബലപ്രയോഗത്തിലൂടെ കടത്താൻ ശ്രമിച്ചതായി ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ്, അതായത് BGB അവകാശപ്പെടുന്നു. അതിർത്തിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ അനധികൃതമായി കടത്താൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നടത്തിയ 10 ശ്രമങ്ങളെങ്കിലും ബംഗ്ലാദേശ് സൈന്യം പരാജയപ്പെടുത്തിയതായി പറയുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയും ബംഗ്ലാദേശും 4000 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ഒരു അന്താരാഷ്ട്ര കര അതിർത്തി പങ്കിടുന്നു. ലോകത്തിലെ ഏറ്റവും നീളമേറിയ അതിർത്തികളിൽ ഒന്നാണിത്. നദികൾ, പർവ്വതങ്ങൾ, ഇടതൂർന്ന വനങ്ങൾ തുടങ്ങിയ വളരെ ദുഷ്കരമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഭൂപ്രദേശങ്ങളിലൂടെയാണ് ഈ അതിർത്തി കടന്നു പോകുന്നത്. അതിനാൽ മുഴുവൻ അതിർത്തിയും പൂർണ്ണമായും വളയുകയോ 24 മണിക്കൂറും കർശനമായിട്ടുള്ള നിരീക്ഷണം നടത്തുകയോ ചെയ്യുന്നത് ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ സേനയ്ക്ക് ഇപ്പോഴും വലിയ വെല്ലുവിളിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള യാതൊരുവിധ പ്രതികരണവും ഉണ്ടായിട്ടില്ല. ബംഗ്ലാദേശിന്റെ കർശനമായിട്ടുള്ള സൈനിക മുന്നറിയിപ്പ് ഇപ്പോൾ വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു വ്യക്തിയോ സംഘത്തെയോ അനധികൃതമായി ബംഗ്ലാദേശിലേക്ക് കടക്കാൻ അനുവദിക്കില്ലെന്ന് ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അന്താരാഷ്ട്ര നിയമങ്ങളും കരാറുകളും ലംഘിക്കുന്ന എല്ലാ ശ്രമങ്ങളെയും ശക്തമായി എതിർക്കും. മറുവശത്ത് ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്ന 2860-ലധികം ആളുകളെ പൗരത്വം പരിശോധിക്കാൻ ബംഗ്ലാദേശിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ പറഞ്ഞിരുന്നു. എന്നിരുന്നാലും നിയമവ്യവസ്ഥ പിന്തുടരുന്നതിന് പകരം അതിർത്തിയിലെ ഈ സംഘർഷം കാരണം സ്ഥിതി കൂടുതൽ വഷളായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ധാക്ക ഇപ്പോൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.